നോക്കിക്കേ. ഇത് ഞാൻ ഇട്ടതാ, എങ്ങനെയുണ്ട് അച്ഛാ? നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ അച്ഛാ. നിന്റെ ഇങ്ങനത്തെ ഒരു വർത്താനം കേട്ടാൽ എനിക്ക് സന്തോഷമാകുമെന്നറിയാമോ? എന്നും പറയണ്ടേ എൻ്റെ ശോശാമ്മ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. അത് തന്നെ വലിയൊരു കാര്യം. എടി മോളെന്തിയേ? മോള് എൻ്റെ അച്ഛാ എന്താ പറയാനാ, എത്ര ദിവസമായെന്നറിയാം, എന്നും ലേറ്റ് ആയിട്ടാണ്. അത് ശരി. അത് കാരണം കൊണ്ടല്ലേ ഇപ്പം ലേറ്റ് ഷിഫ്റ്റ് കാണാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് അവിടെ നിന്ന് ലേറ്റ് ആയിരിക്കും അച്ഛാ. ഓ, എനിക്ക് തോന്നുന്നു അവള് പൈസയ്ക്ക് വേണ്ടി അങ്ങ് ചത്ത് കിടക്കുമെന്ന് തോന്നുന്നു. എന്നാ പറയാനാ, ഡേയും നൈറ്റും തന്നെ ഒരു നേഴ്സിന്റെ ഒരു ജീവിതം ഒന്നും പറയണ്ട. ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞതാ നേഴ്സിംഗ് പഠിക്കണ്ടെന്ന്. എവിടെ കേൾക്കാനാ? അന്നേരം നേഴ്സിങ്ങിന് പോകണം, പൈസ ഉണ്ടാക്കത്തില്ലയോ, അതിന് പോയതാ. ഓട്ടെ, നീ നോക്കിക്കേ, ക്രിസ്മസുകാർ എന്ന് വരുമല്ലോ സേവിയാസംഘക്കാര്. ശരിയാണ്, അവര് പെണ്ണുങ്ങൾ കരോളറങ്ങുന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തിയാ, വരാറായില്ലയോ? പിന്നല്ലേ, സമയമായില്ലേ? നീ എന്താ വെച്ചോ? ഞാൻ കേക്കൊക്കെ വാങ്ങിച്ചോളാം, നീ ബാക്കിയൊക്കെ ശരിയാക്കി വെച്ചോ. നീ പോകുന്നുണ്ടോ അവരുടെ പാട്ടിന്? പിന്നില്ലേ, എപ്പോഴാ പോകുന്നത്? അവർ ഇവിടെ വന്നിട്ടാണോ നീ പോകുന്നത് അവരോട്? ഒന്നിച്ച് പോയച്ചാൽ മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വരുമ്പോ കേക്കൊക്കെ അല്ലെങ്കിൽ എന്റെ പുറത്ത് നീ അത് ഇടും. കാര്യം വീട്ടിലെ പണി മൊത്തം ഞാനാ ചെയ്യുന്നത്. അതോർത്തോളം അങ്ങനെ അതല്ല, ആൾക്കാരും അറിയണം. ഞാൻ ഈ പെണ്ണുങ്ങൾ അറിയാം, പെണ്ണുങ്ങളോട് ഞാൻ പറയാൻ അല്ല വഴക്കല്ലടി എന്നെ ശോശു എന്നും പറയണ്ട. ക്രിസ്മസ് അല്ലേടി ഒന്നും പറയണ്ട. എങ്ങനെ പറയാതിരിക്കും? കൂട്ടൊക്കെ വേണം. ക്രിസ്മസ് അല്ലേ, നമുക്കൊന്ന് പുറത്തൊക്കെ പോകണോടി. ഒന്ന് പുറത്ത് പോകണം, ഒരു ഡിന്നറൊക്കെ കഴിക്കണം. എടി എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് പോയി ആ കേക്ക് ഇനി വാങ്ങിക്കൊണ്ട് വരട്ടെ. എളുപ്പം പോയച്ചാ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വരുമ്പോൾ കേക്ക് ഇല്ലെന്ന് കൊണ്ടോ നീ അങ്ങോട്ട് വേറെ പറ്റണത്. ഇല്ല, ഞാൻ പോയി കേക്ക് വാങ്ങിച്ചോളൂ. അപ്പത്തിന് കൊച്ചു ഇനി വരുമായിരിക്കും, അവിടെ ഡേയും നൈറ്റും ഒക്കെ കഴിഞ്ഞ് ഇനി വരുമായിരിക്കും. ഞാൻ ഇന്ന് അങ്ങോട്ട് പോട്ടെ. നേരമായല്ലോ, ഈ അച്ചായനെയും കാണുന്നില്ല, മോളെയും കാണുന്നില്ല. ഞാൻ തന്നെ ചെയ്യാനാണെന്നാവും. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. ഉറങ്ങിയാലോ? ശരിയല്ലേ, അവർ വരുമ്പോഴത്തേക്ക് ഞാനൊരു ചെറിയ മയക്കത്തിനൊക്കെ പോവുക. പോട്ടെ, കഴിച്ചു തരാം. Hallelujah.
വരും. പറയാൻ പറ്റുമോ? ഞാനില്ലേ ഒരു നല്ല സ്വപ്നം. പിന്നെ ഒരു പണിയില്ല, സ്വപ്നം കാണാൻ കണ്ട സമയമേ. ഞാൻ സ്വപ്നം കാണുന്നത് നിനക്ക് ഒട്ടും പിടിക്കത്തില്ല അല്ലേ? എന്തിനാമേ അമ്മ ഈ പകലെന്തോ ഇത്ര സ്വപ്നം ഞാൻ കണ്ടേ? എന്നെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് സ്വപ്നം വരുവാണ്. എന്തോ സ്വപ്നം കണ്ടേ? ഇത് പറഞ്ഞേ. വരുന്നതും എന്നിട്ട് എന്തെങ്കിലും തന്നോ? എന്തോ മനസ്സ് പിന്നെ അമ്മയ്ക്ക് വയസ്സാം കാലത്ത് ഒരു അസുഖം കണ്ടില്ലേ? മനസ്സില് അപ്പച്ചനെന്തി എനിക്കറിയത്തില്ല. കേക്ക് മേടിക്കാൻ പോയതായി. അടുത്ത സ്വപ്നം കണ്ടാണ്. എവിടെ പോയിരിക്കാണോ? വരുന്നുണ്ട്. എത്തിയോ? ഞാൻ വന്നപ്പോ ഇവിടെ ആരുമില്ല. അമ്മച്ചി സ്വപ്നം കാണാൻ പോയി. അമ്മച്ചിക്ക് അതേപോലല്ലോ പണി. നിങ്ങൾ കണ്ടിട്ട് വരും തുടങ്ങി. എന്റെ മോളെ എങ്ങനെ പറയാതിരിക്കും? ഞാൻ ഈ ക്രിസ്മസ് ട്രീ മൊത്തം ഇട്ടു. ഒന്നാ ഒരു കയ്യ് എന്നാച്ചാ ഒരു സഹായം അവള് തന്നില്ല. മാത്രമാണല്ലോ എല്ലാം ചെയ്യുന്നത്. ഞാനല്ലാതെ ഈ വീട്ടെ പണി ആരാ മക്കളെ ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? ശരി, അപ്പച്ചനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അമ്മ ചുമ്മാ ഉറക്കമേ ഉറക്കം ഇപ്പൊ സ്വപ്നം കാണാൻ ജോലി. ഞാൻ കടയിൽ പോയതാ, കേക്ക് വാങ്ങിച്ചോണ്ട് വന്നു. അവിടെ ക്രിസ്മസ് സേവാ സംഘക്കാരി കരോൾ നടന്നു. ഇപ്പൊ അവർക്ക് കേക്ക് കൊടുക്കണം. അതിന് എന്നെ പറഞ്ഞു വിട്ടേക്കുന്നു കടയിൽ. ഞാൻ പോയി കേക്ക് വാങ്ങിച്ചോണ്ട് വന്നു. ഇനി അവരുടെ മുമ്പിലോ ഇവള് പറയും ഇവള് ഉണ്ടാക്കിയാന്ന് പറയും. ഇവിടെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അച്ചായനെ നോക്കിയിരിക്കുവായിരുന്നു. അച്ഛാ കേക്ക് കൊണ്ടുവന്നോ? ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മോളെ നീ ഒരു കാര്യം ചെയ്യും, അമ്മയുടെ കൊണ്ട് ഇതൊന്നും കട്ടി നടക്കത്തില്ല. നീ ഇതൊന്നും പോയി കട്ട് ചെയ്ത് മുറിച്ച് വെച്ച് കട്ട് ചെയ്ത് അക്കളെ പോയി കട്ട് ചെയ്യും. ഞാൻ അപ്പഴത്തെ നോക്കട്ടെ. അവർ തോമായുടെ വീട്ടുകാർ വന്നായിരുന്നു, ഞാൻ കണ്ടതായിരുന്നു. അവർ എന്ത് ചെയ്യുന്നു ആവുക? അവരൊക്കെ ആയോ? ഒരു വരുന്നുണ്ട്. ഇടി വരുന്നുണ്ടോ? ഒച്ച കേൾക്കുന്നു. വിറക്കച്ചാ റെഡി ആവില്ല. നീ കേക്ക് കട്ട് ചെയ്തു. അവര് വന്നോ? ഇപ്പം വരും. അവരെല്ലാരും വന്നേ. അച്ഛനും പാർട്ടിയൊക്കെ വന്നു. അയ്യോ അപ്പൊ അതുകൊണ്ടല്ലോ വെൽക്കം അടിപൊളി കയ്യ. താങ്ക് യു അച്ഛാ. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. നാട്ടിൽ പാട്ടങ്ങ് പാടിക്കട്ടെ. എന്നാല് സമയം കളയണ്ട. പാടിക്കോ.